मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി അടിക്കേ. എടാ എന്നെയല്ല പടയാളിയെ അടിക്കേ. നീ എത്ര നേരമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഗെയിം അവസാനിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാ? ഞാൻ കളിക്കാതിരുന്നാ പോരെ? കണ്ടില്ലേ, കളി കഴിഞ്ഞു. ഇത് ചെസ്സാണ്. നിന്റെ കഴിവ് തെളിയിച്ചിട്ട് വേണം കളി അവസാനിപ്പിക്കാൻ. തെളിയിച്ച് കാണിക്ക്. ഇതെന്താണ് നീ ചെയ്തത്? എനിക്ക് കുതിരയെ മാറ്റണം. മാത്രമല്ല മണ്ണില്ലാതെ കുതിര എങ്ങനെ ഓടുക? അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് വാരിയിട്ടതാ. എന്റെ അരമണിക്കൂറാ നീ വേസ്റ്റ് ആക്കിയത്. എന്നെ വിട്, ഞാൻ ഇനി കളിക്കുന്നില്ല. എന്റെ ചങ്ങാതി, പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ളവനോട് ചോദിക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. അടികൈ. കാര്യം കേൾക്കണോ കൈയടിക്കണോ? നഗരത്തിൽ ബെസ്റ്റ് ഹൗസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. ആരുടെ വീടാണോ നന്നായിരിക്കുന്നത് അവർക്ക് സമ്മാനം കിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് ജഡ്ജസ് വരും വീട് നോക്കാനായിട്ട്. ആണോ? എങ്കിൽ ഈ സമ്മാനം നമ്മുടെ വീടിന് തന്നെ കിട്ടും. വരൂ കന്ന സാറേ, നമുക്ക് ജോലി തുടങ്ങാം. അടുത്ത 2 ദിവസത്തേക്ക് വീട്ടിൽ വെള്ളമുണ്ടാവില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കാതിരിക്കില്ല. അടികൈ. ഈ സമ്മാനം നമുക്ക് തന്നെ കിട്ടണം. വരൂ, വൃത്തിയാക്കുന്ന ജോലി തുടങ്ങാം. വരൂ, എന്റെ വീട് എങ്ങനെയുണ്ട്? അല്ല, ഇത് എന്നോടെന്തിനാ ചോദിക്കുന്നത്? ഞാൻ കഴുതുകയല്ലേ. ഇങ്ങേരോട് ചോദിക്കേ. വാതിൽ നന്നായിട്ടുണ്ട്, ഫർണിച്ചർ നന്നായിട്ടുണ്ട്, ജനാലയം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം വീട് കണ്ടിട്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല. അടുത്ത വീട്ടിലേക്ക് പോകാം. എങ്ങനെയുണ്ട് എന്റെ വീട്? കല്ല് കാണാൻ കൊള്ളാം, മണ്ണ് നന്നായിട്ടുണ്ട്, ഈ ഡിസൈനും കാണാൻ കൊള്ളാം. ആകെ മൊത്തം അത്ര പോരാ. ഇതൊരു വെൽമിൽട്ടൺ വീടിന്റെ ഫോട്ടോയാണ്. ഇത് വെച്ച് ഞാൻ പറയാം ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാ വെക്കേണ്ടതെന്ന്. അത് അവിടെ വെക്കേ. അതെ അവിടെയല്ല, അതെ അവിടെ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അത് അവിടെ വെക്കേ. ഇവിടെ, അവിടെ, അവിടെ. ഇപ്പോ എല്ലാം കഴിഞ്ഞു. എല്ലാം തന്നെ ഈ വീടിന്റെ പ്ലാനിലാ ചെയ്തത്. പിന്നെന്താ വീട് കണ്ടിട്ട് ഭംഗിയായി തോന്നാത്തത്? നീ അതിങ്ങോട്ട് വന്നേ നോക്കട്ടെ. എടാ, നീ ഫോട്ടോ ഇത്ര നേരം തലതിരിച്ചാ പിടിച്ചിരുന്നത് കഴുത. മതി, ഇനി ഞങ്ങൾ എന്ത് പറയുന്നു അത് നീ അനുസരിച്ചോണം. മനസ്സിലായോ? ഹണി, ദാ ഇങ്ങോട്ട് വാ. ഇതാ വരുന്നു. എന്തിനെന്നെ വിളിച്ചത് സോർദാർ? ഹണി, സോഫ പൊക്ക്. എനിക്കതിന്റെ അടിവശം വൃത്തിയാക്കണം. ഓക്കെ. എടാ ഹണി, നീ ഇങ്ങോട്ട് വാ. ദാ വരുന്നു. ഹണി, നീ ആ ബക്കറ്റ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. പോപ്പട്ട് വെറും ബക്കറ്റ് മാത്രല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാം, ബക്കറ്റിലെ വെള്ളം കളഞ്ഞേക്കാം. എടാ, ആരാണ് എന്നെ ബക്കറ്റ് കൊണ്ട് എറിഞ്ഞത്? അത് എന്റെ ബക്കറ്റ് എവിടെ പോയി? അത് ശരി, എന്നെ പോലെ യോമാര് ബെസ്റ്റ് ഹൗസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ. എന്നാൽ ജയിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഐഡിയ. ഇനി കാണാൻ തമാശ. അടിച്ചു പൊളച്ചു തിമിർത്തു. ഇതൊരു മനോഹര വീടാക്കി ഞാൻ. ചുണ്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്വന്തം കയ്യിൽ ഞാൻ തന്നെ ഉമ്മോച്ചനെ. ശരി ശരി, മനസ്സിലായി. ഞാനല്ല, നമ്മളാ ചെയ്തത്. അതെ കൂട്ടുകാരെ, ഞാൻ എന്റെ കസിൻസിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ശരി, അവരെ വിളിക്കൂ. എത്ര നേരമായി ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു? വരൂ, നമുക്കൊരു സെൽഫി എടുക്കാം. ചെല്ലുകുട്ടികളെ പോയി കളിക്കൂ.
അയ്യോ ചെളി പറ്റി വീട് മുഴുവൻ വൃത്തികേടാകും. പിടിക്കവരെ. അയ്യോ ഏയ്, എടാ അവിടെ. നിക്ക്. എന്നെ വെറുതെ വിട് സണ്ണി. അയ്യോ അയ്യോ ഇനിയാണ് തമാശ. അയ്യോ ഇതെന്ത് തമാശയാ? ദേഹത്തുള്ളും. പ്ലാൻ സക്സസ്ഫുൾ. ഇനി വാ നമുക്ക് പോകാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ജഡ്ജസ് വരാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ചെളി പറ്റിയത് ഒഴിച്ച് അരമണിക്കൂർ. എന്തോന്ന്? അവര് ദേ ഈ ക്ലോക്കിലും നിറയെ ചെളിയാക്കിയിട്ടാ പോയത്. കൂട്ടുകാരെ, ജഡ്ജസ് വീടിനകത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ വീടിന് പുറം ഭംഗി ഉണ്ടാവണം. ഐഡിയ, നമുക്ക് വീടിന്റെ പുറം പെയിന്റ് അടിക്കാം. സാറേ, എങ്ങനെയുണ്ട് എന്റെ വീട്? എടേ എന്നോട് എന്തിനു ചോദിക്കുന്നത്? ഞാൻ വെറുതെ കഴുതയാ. ഇദ്ദേഹത്തോട് ചോദിക്ക്. മരം കാണാനും ഭംഗിയുണ്ട്, വീട് കാണാനും ഭംഗിയുണ്ട്, ഇലകൾ കാണാനും ഭംഗിയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതത്ര പോരാ. ഇന്ന് എന്റെ വീട്ടിൽ പാർട്ടിയായിരുന്നു. കൊച്ചൻ വന്നു, കുഞ്ഞമ്മ വന്നു, വലിയച്ഛൻ വന്നു, വലിയമ്മ വന്നു. പക്ഷെ വന്നില്ല. ആര്? അത് പിന്നെ രസം. ഒരു രസം ഉണ്ടായില്ല കേട്ടോ. എന്റെ പൊന്നു ചങ്ങാതി, അതിന് തനിക്ക് രസമെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? അറിയാമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുമായിരുന്നില്ലേ. പക്ഷെ ഇപ്പൊ അത്ര രസമില്ല കേട്ടോ. എടാ, ഞാൻ ഉമാരെ ജയിക്കാൻ അനുവദിക്കില്ല. നീലയ്ക്ക് മുകളിൽ പച്ച കളർ വീണല്ലോ. ഇതേതായാലും വല്ലാത്തൊരു ചതിയായി പോയി. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. മുള്ളങ്കി വേണോ? മുള്ളങ്കി. അല്ല, ഇതെങ്ങനെയാ പെട്ടെന്ന് ചുവപ്പ് കളറായത്? ക്യാരറ്റ് വേണോ? ക്യാരറ്റ്. കൂട്ടുകാരെ ഒന്ന് നിർത്ത്. ഇതെല്ലാം സണ്ണിയുടെ പണിയാ. അവനെ നമുക്ക് തടയണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ജയിക്കാൻ സമ്മതിക്കില്ല. നിൽക്ക് സണ്ണി, നിന്നെ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാം. നീയൊക്കെ എന്നെ അതിന് പിടിച്ചിട്ട് വേണ്ടേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാനിപ്പോ ഇവിടെ അപകടത്തിലാണ്. അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ചുമന്ന കൊക്കുകളില്ല. എങ്കിലും എന്തായാലും നിന്നെ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ആ വേഗം ഓടിക്കോ, വേഗം ഓടിക്കോ. രക്ഷപ്പെട്ടോ. കൂട്ടുകാരെ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഞാൻ പുറകിലിരിക്കുകയായിരുന്നു. ബാക്കി ഡ്രൈവറിന്റെ ബാക്കിൽ തന്നെ ഞാൻ ഇരുന്നത്. നോക്ക്, ദേ ജഡ്ജസ് വന്നു. സാർ, ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട്? ഇങ്ങനെയോട് എന്തിനാണ് ചോദിക്കുന്നത്? ഇയാൾ കഴുതയാ. അതെന്താ കഴുതകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലെന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഈ വീട് മനോഹരമായിരിക്കുന്നു. ആഹാ, ഈ ഡിസൈൻ കാണാൻ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഫോർക്കും നൈഫും വെച്ച് ഇങ്ങനെ ഒരു സൃഷ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടേ ഇല്ല. ഡിസൈൻ കണ്ടു, സൃഷ്ടി കണ്ടു, പെയിന്റിംഗ് കണ്ടു. എന്താ പോരുന്നുണ്ടോ? അയ്യോ, നല്ലതാ. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിനാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഹൗസ് ഓഫ് ദ ഇയർ. എന്റെ കൂട്ടുകാരെ, നിങ്ങളുടെ പ്രവർത്തനം ഇതാ വിജയം കണ്ടിരിക്കുകയാണ്. ഇന്ന് എന്റെ വക നിങ്ങൾക്കുള്ള പാർട്ടി. ഈ വീടിന്റെ മഴവിലാണ് നിങ്ങൾ. അടികൈ.